കൊച്ചി മെട്രോ സർവീസ് ഇപ്പോൾ തടസ്സപ്പെട്ടു എന്ന വാർത്ത വരുന്നു. MG റോഡ് സ്റ്റേഷന് സമീപം ഒരു ട്രെയിനിന് സാങ്കേതിക തകരാറുണ്ടായതാണ് ഈ പ്രശ്നത്തിന് കാരണം. ലിഡിയ ജേക്കബ് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നു. ലിഡിയ, മെട്രോയ്ക്ക് എന്താ സംഭവിച്ചത്? സർവീസ് തടസ്സപ്പെട്ടത് ഒരു MG റോഡ് മെട്രോ സ്റ്റേഷന് സമീപം വെച്ച് ഒരു ട്രെയിനിന് സാങ്കേതിക തകരാറുണ്ടാവുകയും അതിനെ തുടർന്ന് മറ്റ് സർവീസുകൾ ആയിരുന്നു. അല്പം സമയം മുൻപ് ഈ മുട്ടം സ്റ്റേഷനിൽ നിന്നും മറ്റൊരു ട്രെയിൻ എത്തിച്ച് അതിന്റെ സഹായത്തോടെ മുമ്പോട്ട്, അതായത് ആ ട്രെയിൻ മുട്ടം സ്റ്റേഷനിലെ യാർഡിലേക്ക് എത്തിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ്. അല്പം സമയത്തിനുള്ളിൽ തന്നെ, ഏകദേശം 9:30 തന്നെ പഴയ രീതിയിൽ, സാധാരണ രീതിയിൽ തന്നെ ട്രെയിൻ സർവീസ് പുനഃസ്ഥാപിക്കാനാകുമെന്നാണ് കരുതുന്നത്. നിലവിൽ 10 കിലോമീറ്റർ വേഗത്തിലാണ് ഈ ട്രെയിൻ സർവീസുകളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. അത് പൂർവ്വസ്ഥിതിയിലേക്ക് ആകണമെങ്കിൽ ഈ തകരാറിലായ ട്രെയിൻ അവിടെ നിന്നും ട്രാക്കിൽ നിന്നും മാറ്റേണ്ടതായിട്ടുണ്ട്. ബാക്കി എല്ലാ സ്റ്റേഷനുകളിലും 2 ട്രാക്കുകളാണുള്ളത്. മുട്ടം യാർഡിൽ മാത്രമാണ് 3 ട്രാക്കുകൾ ഉള്ളത്. അതിനാൽ തന്നെ മുട്ടം യാർഡിലേക്ക് മറ്റൊരു ട്രെയിനിന്റെ സഹായത്തോടെ, നിലവിൽ സാങ്കേതിക തകരാർ വന്ന ട്രെയിൻ കൂടി മറ്റൊരു ട്രെയിനിന്റെ സഹായത്തോടെ മാറ്റുകയാണ്. അത് മാറ്റിക്കഴിഞ്ഞാൽ പൂർവ്വസ്ഥിതിയിലാകുമെന്നാണ് കരുതുന്നത്. എന്തായാലും വളരെ തിരക്കുള്ള സമയം കൂടിയാണ്. ആ സമയത്താണ് ഇത്തരത്തിൽ ഒരു സാങ്കേതിക തകരാർ ഉണ്ടാവുകയും അത് ഈ ഒരു സർവീസിനെ ബാധിക്കുകയും ചെയ്തിരിക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ സർവീസ് പൂർവ്വസ്ഥിതിയിലാകുമെന്നാണ് കരുതുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.